ലൈഫില്ലാത്ത ജീവിതങ്ങൾ. ജനുവരിയിലെ കടല് കായല് പോലെ ശാന്തമായി കിടക്കുന്നു. എന്നാൽ മോഹൻ നസ്രത്തിന്റെ ഉള്ളിൽ കൂറ്റൻ തിരമാല ആഞ്ഞു പതിക്കുന്ന ഹുങ്കാരമാണ്. തിരുവനന്തപുരത്തെ വലിയതുറ കൊച്ചുതോപ്പ് തീരത്തെ മോഹൻ നസ്രത്തിന്റെ കട്ടമരം തീരത്തെ പഞ്ചാര മണലിനെ തൊട്ടപ്പോൾ നേരം പരപരാ വെളുത്തിട്ടേയുള്ളൂ. തീരത്തെ ഓളത്തിന്റെ ആയത്തിൽ 3 തടികൾ കൂട്ടിക്കെട്ടിയ കട്ടമരത്ത് തീരത്തേക്ക് തള്ളുന്നതിനിടയിൽ 2 കുട്ടികൾ കടത്താഴത്തേക്ക് ഓടി വന്നു. ശ്യാമും ഷിഫിനും. അപ്പനെ സഹായിക്കുവാനെത്തിയതാണ് കുട്ടികൾ. വെട്ടുകാട് LP സ്കൂളിൽ 5ലും 6ലും പഠിക്കുകയാണ് ശ്യാമും ഷിഫിനും. കുട്ടികൾ കട്ടമരത്തിൽ പിടിച്ചുവെച്ച ഞണ്ടുവലയിൽ കണ്ണോടിക്കുന്നുണ്ട്. വലയിൽ വിശേഷിച്ചൊന്നുമില്ല. വളരെ കുറച്ച് ഞണ്ടുകൾ മാത്രം. പലതും വില കിട്ടാത്തതും ആർക്കും വേണ്ടാത്തതും. ഇന്നത്തെ പണി മോശമാണെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. കടലിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലാണ് അന്നുള്ള ജീവിതം കഴിയുന്നത്. ഞാൻ പണിക്ക് ഇപ്പോൾ എൻ്റെ ഉദ്ദേശം ഒരു 20 വർഷമാകും. ഞാനൊരു 7 പഠിച്ചപ്പോൾ പഠിത്തം നിർത്തി ഇറങ്ങി. സ്ഥലം പൂന്തറ. രാത്രി പണിക്ക് പോകും, രാവിലെ പണിക്ക് പോകും. ഒറ്റയ്ക്ക് പോകത്തുള്ളൂ. പോകുമ്പോൾ മക്കളുണ്ട് സഹായിക്കാൻ വേണ്ടി. മക്കളെ സഹായിച്ചു തരും. ഭരിക്കാനും തള്ളാനും പിന്നെ ജോലിയെല്ലാം മക്കൾ ചെയ്തു തരും. ഇന്നത്തെ പണി മോശമാണെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. കടലിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലാണ് അന്നുള്ള ജീവിതം കഴിയുന്നത്. ഏതാണ്ട് 50 മീറ്റർ അകലത്തിൽ അവരുടെ വീട് കാണാം. കടലിന് അഭിമുഖമായ ഭാഗത്ത് കതകുകളും ജനലുകളും ഇല്ലാത്ത വെള്ളപൂശിയ ഒരെടുപ്പ്. കടലാക്രമണത്തിൽ ആ വീടിന്റെ ഒരു ഭാഗം തകർന്നു പോയിരിക്കുന്നു. വീട് കടലിൽ കയറി പോയതാണ്. ഒരു 3 വർഷമായി. ഇതിന് ഒന്നും ചെയ്തില്ല ആരും. അങ്ങനെ കിടക്കുക. അവിടെ താമസം ഞങ്ങൾ മക്കളുമായിട്ട് ഭാര്യ അമ്മ എല്ലാവരും ഉണ്ട്. വീട്ടിൽ 3 കുടുംബമുണ്ട്. വീട്ടിൽ താമസത്തിൻ്റെ കട്ടിലുണ്ട്. അവിടെ കിടക്കും. ഒരു ചെറിയ മുറി മാത്രമുണ്ട്. വീട്ടിലെല്ലാം പോയി ഇല്ല. നാടൻ തടിമരം ഉണ്ട്. തടിമരം. ഇതുപോലെയും പൂർണ്ണമായും തകർന്നണിഞ്ഞ വീടുകളുടെ നിര ഇവിടെ കാണാം. നിസ്സഹായതയും നിരാശ്രയത്വവുമാണ് ഇവരുടെ മുഖങ്ങളിൽ. മോഹന്റെ വീടിന്റെ നടുത്തളത്തിൽ വൃദ്ധയായ സ്ത്രീ അവശതയോടെ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നു. തലേന്ന് രാത്രി കടലിൽ പായിച്ച വലയുമായി പേരക്കുട്ടികളും അപ്പനും തീരത്തേക്ക് നടന്നു വരുന്ന ദൃശ്യമാണ് അവരുടെ മുമ്പിൽ. അവരുടെയും പ്രതീക്ഷ ആ വലയിലാണ്. പ്രായം 70നോടടുത്തു. പ്രായത്തേക്കാൾ അവശതയും രോഗങ്ങളും അവരെ പിടികൂടിയിരിക്കുന്നു. ഭർത്താവിന്റെ വഞ്ചി തീരത്തടുക്കുന്നതിന് മുമ്പേ മോഹന്റെ ഭാര്യ ശാന്തി വീട്ടുജോലിക്കായി നഗരത്തിലേക്ക് പോയിരിക്കുന്നു. ഇഞ്ചിന് അതിൻ്റെ പൈസ നമുക്കില്ല. വാഗിൽ പോയി ഒന്നും പറ്റിയില്ല. നേരത്തെ വന്നു. ദൂരം ഞങ്ങൾ 55-60 കിലോമീറ്റർ പോയിട്ടുണ്ട്. വഞ്ചിയിൽ പോകും. ഇതിലാകുമ്പോൾ കര തന്നെ. ഇതിൽ കരയിൽ പോകാൻ പറ്റത്തുള്ളൂ. തുളഞ്ഞു പോകുന്നതല്ലേ. വിഷമം തന്നെ. ഒന്നും ഇല്ല. പഠിക്കാൻ പോലും ഒരു മൊബൈൽ പോലും കയ്യിലില്ല. മോഹൻ കടൽപ്പണി തുടങ്ങിയത് 7ാം ക്ലാസ്സിൽ തോറ്റതോടെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ മൂത്ത മകൻ ശ്യാം അടുത്ത കൊല്ലം കടൽപ്പണിക്ക് പോകേണ്ടി വരും. ദുർബലനായ കുട്ടി ഇതൊക്കെ കേട്ട് പകച്ചു നിന്നു. കടപ്പുറത്തെ പൂഴിമണ്ണിൽ കളിച്ചു വളരേണ്ട ബാല്യ കൗമാരങ്ങളുടെ ജീവിതം ടങ്കീസ് വലയുടെ കണ്ണികളിൽ കുരുങ്ങിക്കിടക്കുന്നു. പഠിപ്പിക്കുന്നില്ല. ഒന്നുമില്ല. നമ്മളെ പറ്റുന്നില്ല. ഇല്ല. നമുക്ക് അറിയത്തില്ല ഉപയോഗിക്കാൻ വേണ്ടി. പഠിപ്പിക്കാൻ പറ്റത്തില്ല. സ്കൂൾ അടച്ച് മക്കളെ വീട്ടിലുണ്ട്. മൊബൈൽ നോക്കി എന്തെങ്കിലും എടുക്കാൻ വേണ്ടി നമുക്ക് പിടിയില്ല. പഠിക്കാനുണ്ട്. ട്യൂഷനെ ഇവിടെ ഇപ്പോഴും ഒന്നും ഇല്ല. വീട്ടിൽ കിടക്കുന്നു. ചെറിയ മൊബൈൽ. അത് ചെറിയ മൊബൈൽ പറ്റത്തില്ല. ഉണ്ട്. ചെറിയ മൊബൈലുണ്ട്. അതൊന്നും മറ്റേ വലിയ ഡിസ്പ്ലേ മൊബൈലാണ്. പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ കുട്ടികൾ പ്രതീക്ഷയോടെ നോക്കി. അപ്പൻ്റെ മുഖത്ത്
നിസ്സംഗത മാത്രം. കട്ടമരത്തിൽ മുളങ്കാലുകൊണ്ട് തുഴയെറിഞ്ഞ് കടലിൽ പോകുന്ന മോഹൻ നസ്രത്തിന് സർക്കാർ നൽകുന്ന ഔട്ട്ബോർഡ് എഞ്ചിനും ലഭിച്ചില്ല. അറിയില്ലെന്നാണ് ചോദിച്ചപ്പോൾ പറയുന്നത്. എന്നാൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ എന്ന ചോദ്യം മനസ്സിലുയർന്നു. ഇല്ല, ഇപ്പോഴേ ഒരാഴ്ച 2 പ്രാവശ്യം വെള്ളം കയറി ഇതിന് അവസരത്തിന് മുകളിൽ കൊണ്ടുപോകണം, ഇതിനെ താഴെ കൊണ്ടുപോകണം. 2 ദിവസം വെള്ളം കയറി രാത്രി ഉറങ്ങിയില്ല കിടന്നു. ഇതിനെ കൊച്ചു മക്കളായിട്ടാണ് വരച്ച് മുകളിലാക്കിയത്. ഇപ്പം മുടക്ക് നാളാകുമ്പം ഇനിയും വരും കടൽ. രാത്രി ഉറക്കില്ല, നമുക്ക് കിട്ടത്തില്ല. കടൽക്ഷോഭത്തിൽ തകർന്ന തൻ്റെ വീടിനെ നോക്കി മോഹൻ പറഞ്ഞു, അടുത്ത മൺസൂൺ വരാൻ ഇനി 2-3 മാസം മാത്രം. അതോടെ ഈ വാസസ്ഥലവും പോകും. അതിനു മുമ്പ് ഇവിടെ കല്ലിടണം. കടൽ ചൂണ്ടി മോഹൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു.